ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിയിച്ചുരക്ഷസ്ഥാനത്തിരുത്തി ആഗോള ഗ്രാമത്തിനാദർശജാലകം ജ്വലിക്കും തിരിനീട്ടി സുന്നി ഗ്ലോബൽ വോയിസിംഗ് ഓൺലൈൻ ബോധനം ഭൂവാകെ നിറവായി. തലയിൽ മുടിയില്ലാത്ത ചില ആളുകൾ പിന്നെ ഫിക്സ് ആയിട്ട്, അതായത് പിന്നെ വിഗ് വെക്കുകയല്ല, അതായത് തുന്നിപ്പിടിപ്പിക്കുക, നമ്മുടെ തലയോട്ടിയുമായിട്ട് മുടി തുന്നിപ്പിടിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇറങ്ങിയിട്ടാണ്. അപ്പൊ അത് പ്രകാരം തലയിൽ മുഴുവൻ ഈ രണ്ടാമത് മുടി തുന്നിപ്പിടിപ്പിച്ച ആളുകൾ അവര് തല തടവുന്ന സമയത്ത് ആ മുടിയുടെ മേലെ തടവിക്കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ തല തടവലിന്റെ അത് വീടുമോ, അല്ലെങ്കിൽ പിന്നെ തല തടവിയിട്ടില്ലേ പിന്നെ ഒന്നു ശരിയാവില്ല, ഒന്നു ശരിയായില്ല, നിസ്കാരം ശരിയാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമോ എന്നതിനെ പറ്റിയാണ് ഒരു സംശയം. അത് പ്രായോഗികമായിട്ട് ഇന്ന് നിലവിൽ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നിശാമായിക്കറിയാഞ്ഞിട്ടല്ല, ആളുകൾ പലരും അത് പഠിക്കാൻ ആവശ്യമുള്ളവരുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആട്ടെ, ഇവിടെ രണ്ട് രീതിയിലുണ്ട് ഫിക്സ് ചെയ്യലെന്ന് ഇപ്പൊ പഠിച്ചു പുതിയതായിട്ട്, മുമ്പ് ആയിൽമിന്റെ ഇല്ല. ഒന്ന് ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ തലയോട്ടിയിലേക്ക് തൊലിക്കും അകത്തേക്ക് നട്ടുപിടിപ്പിക്കുക തന്നെയാണ്, പക്ഷെ അതിന് ജീവൻ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു വകുപ്പുണ്ട്. ഈ മുടി തടകിയാ പോരാ, തലയുടെ തൊലി തന്നെ തടകണം, അല്ലെങ്കിൽ പടച്ച മുടി ഉണ്ടെങ്കിൽ ആ മുടിമ തടകണം. ഇത് ആകെ ഇതാണ് മുകളില്, എന്നാ അതിന്റെ മുകളിൽ തടകിയാ പോരാ. അപ്പൊ പിന്നെന്താണ്, വുളു സഹിയാകണമെങ്കിൽ അള്ള പടച്ച നമ്മളെ തലയുടെ അതിർത്തിയിലുള്ള മുടി ഉണ്ടെങ്കിൽ ആ മുടിമ തടക, അതില്ലെങ്കിൽ തലയുടെ തൊലി. അത് പറ്റുമല്ലോ, ഈ ഇതിന്റെ ഇടയിൽ കൂടെ തൊലിയാനെയല്ലോ, തൊലി അനച്ചാൽ മതി, എന്നാലും മതി. അല്ലാതെ ഈ മുടിമേൽ മാത്രം തടകിയാല് ഉദു സഹിയാവില്ല. ഉദു സഹിയാകാൻ നമസ്കാരം സഹിയാവില്ല, കാരണം തലയിടൽ ഫറലാണല്ലോ, തല തടകല് ഫറലാണ്. അപ്പൊ ആ ഫറല് വിടണമെങ്കിൽ തലയുടെ തൊലിയിൽ നിന്നോ പ്രകൃതി ആ തലയിലുള്ള മുടിയുടെ അല്പമോ ആണല്ലോ തടകേണ്ടത്. ആ തടകെങ്കിൽ ഉദു സഹിയാവുള്ളൂ, ഉദു സഹിയാകാൻ നമസ്കാരം സഹിയാവില്ല. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ചെവിന്റെ പിൻഭാഗത്തുള്ള ആ വെളുത്ത സ്ഥലത്തൊക്കെ തടകിയ തലയാണത്, അവിടെ തടകിയാലും ഉദു സഹിയാവും. കുളി എന്താ കാട്ടുക, അതിന് വരാൻ പോകുന്നുണ്ട്. കുളിഞ്ഞെന്താ കാട്ടുക, കുളിക്ക് പറഞ്ഞേക്ക് മുള്ളുത്തിനോർത്ത് നമ്മൾ പറഞ്ഞ വിഷയം, കാലുമൊരു മുള്ളുത്തി ഈ മുള്ളിന്റെ തല കുറച്ച് ഭാഗം പുറത്തുകൊണ്ട് ബാക്കി ഭാഗം ഉള്ളിലുവാണെങ്കിൽ അത് പറിച്ചെടുത്ത് ആ ഭാഗം കഴിയുമെങ്കിലേ ഉദു സയ്യാവുള്ളൂ പറഞ്ഞു കാലുമല്. കുളി അങ്ങനെ തന്നെ. ജനാപത്ത് കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഒരു സാധനം എങ്ങനെയാണ് കടത്തി വിട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗം പുറത്തും കുറച്ച് ഭാഗത്തും പറഞ്ഞേക്ക് നട്ടുപിടിപ്പിച്ച ഈ മുടി. അപ്പൊ ആ സ്ഥലത്ത് വെള്ളം ചേരണം. അപ്പൊ ജനാപത്ത് കുളി ഒരിക്കലും സയ്യാവൂല, ഓന്റെ ഉംറയും സയ്യാവൂല, ഓന്റെ ഹജ്ജും സയ്യാവൂല, ഓന്റെ പള്ളി കയറലും ഹറാമാകും, നിസ്കാരവും സയ്യാവൂല, ആകെ പ്രശ്നമായി. വുദുവിന്റെ അവിടെ അതില്ല, വുദുവിന്റെ അവിടെ തലന്റെ തൊലിയിൽ നിന്ന് തളിയാലും മതി. പിന്നെ ഇപ്പം മൂന്നാമത് പുതിയ പഠിച്ചു പറഞ്ഞപ്പോ ഇന്നാളിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ക്ലാസ് ഉണ്ട് ഇനി. അപ്പൊ അവിടെ നിന്ന് ഇതിനെപ്പറ്റി അറിയുന്ന വിദഗ്ധന്മാർ പലരും ക്ലാസ്സിലുണ്ട്. അങ്ങനത്തെ ഒരു ക്ലാസ് ആണ് നടക്കുക, ഡോക്ടർമാരും അതുപോലത്തെ ഇങ്ങനത്തെ സാങ്കേതിക വിദഗ്ധരും ഒക്കെ പങ്കെടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇതിന് പരിചയമുള്ള ഒരാള് പറഞ്ഞു, എന്ത് ഇപ്പോ ശരീരത്തിനെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് നട്ടുപിടിപ്പിക്കുന്നുണ്ട് തലയിൽ. അതിന് ശരിക്കും ജീവൻ വരുന്നുണ്ട്, അത് വളരുകയും വെട്ടിച്ചെറുതാക്കുകയും വീണ്ടും വളരുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതിയ നമ്മുടെ ശരീരത്തിൽ മുളച്ചതുപോലെ ജീവൻ വെക്കുന്നുണ്ട്. അങ്ങനെ ജീവൻ വെച്ച് കഴിഞ്ഞ് ആ വളർച്ചയും ജീവനും ഒക്കെ വന്നാൽ പിന്നെ അതിന്റെ മുകളിൽ തടയാൻ മതി. അതല്ലാത്ത മറ്റേ ഈ ഫിക്സ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. രണ്ടും വേറിച്ച് മനസ്സിലാക്കുക. പക്ഷെ അതുകൊണ്ട് അവിടെ പല മാർഗമുണ്ട്. അതിന്റെ ഇടയിൽ തൊലി അല്പം തടയാലും മതിയല്ലോ, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തടയാലും മതി. കുളിന്റെ അവിടെ വലിയ പ്രശ്നമായിട്ട് വരും. ഓക്കെ. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്.
അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകളും. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ്, ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.